ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിലിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വീക്ക് ടു വീക്ക് ആണ് നോക്കേണ്ടത് എപ്പോഴും. വീക്ക് ടു വീക്ക് ഓർ ബോഡി ടു ബോഡി ക്യാൻഡിൽസിൻ്റെ ലാസ്റ്റ് ഒരു എൻഡ്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, സെക്കൻഡ് ക്യാൻഡിൽ അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് തേർഡ് ക്യാൻഡിലിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, അതാണ് എപ്പോഴും ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അതായിരിക്കും എപ്പോഴും ഫെയർ വാല്യൂ ഗ്യാപ്പ്. ശ്രദ്ധിക്കണം. പിന്നെ ചില സമയത്ത് ചെറിയ ചെറിയ ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാകും, അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യേണ്ടത് മീൻസ് മോസ്റ്റ്ലി ആസ് പെർ മീ മദർ ക്യാൻഡിൽസിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പാണ് സ്മാർട്ട് മണീൻ്റെ ഗ്യാപ്സ് ഉണ്ടാകുള്ളൂ. കാരണം അതാണ് കൂടുതലായിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. അവരുടെ ഗ്യാപ്പ് അത് തന്നെ ആയിരിക്കുള്ളൂ മോസ്റ്റ്ലി. ഓക്കെ, പിന്നെ ബോഡിയുടെ മറ്റേ ക്യാൻഡിലിൻ്റെ ബോഡിയല്ല, ഒത്തിരി പേര് അങ്ങനെ പല പല കോൺസെപ്റ്റ് ഷെയർ ചെയ്യാനാണ്. ബോഡിയല്ല ക്യാൻഡിലിൻ്റെ വിഗ്, ദാറ്റ് മീൻസ് അതിൻ്റെ ലാസ്റ്റ്, ക്യാൻഡിലിൻ്റെ ലാസ്റ്റ്. ഓക്കെ,